അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തരുടെയും സകല അമലുകളും സമ്പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാൻ വന്നതുപോലെ തിരിച്ചു മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. 28 ദിവസങ്ങളായി. നാളത്തെ സൂര്യൻ ചെഞ്ചായമണിഞ്ഞ് ചന്ദ്രൻ്റെ നിലാവ് കണ്ടു കഴിഞ്ഞാൽ ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ എല്ലാ സമയങ്ങളിലും ഉണ്ടായിരുന്ന ആ മഹാ അതിഥി നമ്മളോട് വിട പറയുകയാണ്. അള്ളാഹു ആ അതിഥിയെ യഥോചിതം സ്വീകരിച്ചവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 28ാമത്തെ പ്രഭാതമാണ്. ഈ അവസാന സമയങ്ങളിൽ റമദാൻ ചില വർത്തമാനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ആ വർത്തമാനങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. റമദാൻ എല്ലാവരോടും പറയുന്നുണ്ട്, അവസാന സമയങ്ങളിൽ ഞാൻ വന്നപ്പോൾ നിങ്ങളെന്നെ ആദരിച്ചല്ലോ, ബഹുമാനിച്ചല്ലോ, എനിക്ക് വേണ്ടി ആഹാരം മാറ്റിവെച്ചു, ഉറക്കത്തെ മാറ്റിവെച്ചു, ദീർഘമായി നിങ്ങൾ നിന്ന് നമസ്കരിച്ചു, നിങ്ങളുടെ നാവുകളെയും കണ്ണുകളെയും ഒക്കെ ചെവികളെയും ഒക്കെ ഹറാമുകളെ തൊട്ട് കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതിനെയും തൊട്ട് നിങ്ങൾ എല്ലാം നിർത്തിവെച്ചല്ലോ. ഇതൊക്കെ എനിക്ക് വേണ്ടിയാണ്, ഇതൊക്കെ ഞാൻ വന്നതിൻ്റെ പേരിലാണ്, എന്നെ നിങ്ങൾ ആദരിച്ചല്ലോ. ഈ ആദരവ് ഞാൻ പോയി തിരിച്ചു വരുന്നത് വരെ നിലനിർത്തണം എന്നും കൂടിയും റമദാൻ ഒരു സന്ദേശം നൽകുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ റമദാൻ വന്ന സമയത്ത് നമ്മൾ നന്നായി, ശേഷം നമ്മുടെ പഴയപടിയുള്ള ജീവിതത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ റമദാൻ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. റമദാൻ ഒന്ന് കഴിയട്ടെ എന്ന് പല കാര്യങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം വർത്തമാനങ്ങൾ റമദാൻ കബൂൽ ആയില്ല എന്നതിൻ്റെ അർത്ഥമാണ് നമ്മെ പഠിപ്പിക്കുക. റമദാൻ കഴിയട്ടെ എന്നല്ല പറയേണ്ടത്. റമദാൻ കഴിഞ്ഞാലും എൻ്റെ ജീവിതം റമദാൻ ആയിരിക്കും എന്നായിരുന്നു നാം ഓരോരുത്തരും പറയേണ്ടത്. റമദാൻ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിൻ്റെ അർത്ഥം റമദാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ അല്ലെങ്കിൽ റമദാൻ അല്ലായിരുന്നെങ്കിൽ പലതും പറയാനുണ്ടായിരുന്നു എന്നാണ്. പാടില്ല. റമദാൻ വരുന്നത് ഒരു മാസത്തിൽ, റമദാൻ നമ്മളോടൊപ്പം വരുന്നത് 11 മാസവും റമദാനിൻ്റെ ചൈതന്യത്തോട് ജീവിക്കാനാണ്. വിട്ടുപോകുന്നത് റമദാൻ എന്ന മാസമാണ്. റമദാൻ തന്ന ചൈതന്യം വിട്ടുപോകുന്നില്ല. റമദാൻ വന്നിട്ട് അതിൻ്റെ ചൈതന്യവുമായിട്ടാണ് തിരിച്ചു പോകുന്നതായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് റമദാൻ വരുന്നത്? ഒരു മാസത്തെ മാത്രം കണക്കെടുപ്പ് നോക്കിയിട്ട് അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്താൽ മതിയായിരുന്നല്ലോ. റമദാൻ നമ്മളോട് വിട പറയും, പക്ഷെ റമദാനിൻ്റെ ചൈതന്യം നമ്മളിൽ നിന്നും പോകാൻ പാടില്ല. റമദാനിൽ നാം നേടിയെടുത്ത മുഴുവൻ ആർജവങ്ങളും മൂല്യങ്ങളും വരുന്ന 11 മാസങ്ങളിലും ഉൾക്കൊള്ളാൻ തയ്യാറാകണം. റമദാനിൽ നാം ഒരുപാട് സൂക്ഷിച്ചു, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സുബഹി നമസ്കാരം ഉൾപ്പെടെ നമ്മൾ ജമാഅത്തിൽ കൃത്യമായിരുന്നു, അല്ലേ? എല്ലാവരുടെയും ജീവിതം നോക്കുമ്പോൾ മുമ്പും പിമ്പുമുള്ള റവാത്തിബ് സുന്നത്തുകൾ കൃത്യമാക്കിയവർ, തക്ബീറത്തുൽ ഇഹ്റാമിന് വേണ്ടി ഓടി വന്നവർ, അങ്ങനെ ഓടി വരാൻ പാടില്ല എങ്കിൽ പോലും ആ ജമാഅത്ത് കിട്ടണമെന്ന അതിയായ ആഗ്രഹത്തിൻ്റെ പേരിൽ ഓടി വന്നവർ, നസീഹത്തുകളിലും ദുആകളിലും സജീവമായി പങ്കെടുത്തവർ, രാത്രിയിൽ അല്പസമയമെങ്കിലും അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവർ, കൃത്യമായി ദുആ ചെയ്തവർ. ഇത്തരം ശീലങ്ങൾ റമദാനിന് ശേഷവും നമ്മളുണ്ടാകണം. നിസ്കാരമാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരീരം കൊണ്ടൊരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരം നമസ്കാരമാണ്. ഏറ്റവും ശ്രേഷ്ഠകരം. നിസ്കാരത്തിലുള്ള വീഴ്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവനും ബാധിക്കും. കാരണം എല്ലാ അമലുകളുടെയും കേന്ദ്രബിന്ദു നമസ്കാരമാണ്. ഒരാൾക്ക് നിസ്കാരമില്ല എങ്കിൽ അവന് ദീനിൽ യാതൊരു സ്ഥാനവുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പലപ്പോഴും ജുമഅകൾ മാത്രമായി നിസ്കാരത്തെ ഒതുക്കുന്നവരുണ്ട്. ഒരല്പവും കൂടിയും കടുത്ത മനസ്സുള്ള ആളുകൾ
ഏറ്റവും കടുത്ത മനസ്സുള്ളവർ എങ്കിലും ജുമാ നമസ്കരിക്കും. അതിനേക്കാൾ കടുത്ത മനസ്സുള്ളവർ ഉണ്ടോ എന്നറിയില്ല. ജുമാ നമസ്കരിക്കാത്ത ആളുകളുണ്ടോ എന്നറിയില്ല. ജുമാ പോലെ ഫർളാണ് 5 വഖത്ത് നമസ്കാരം. ഈ 5 വഖത്ത് നമസ്കാരം ഇനി കൃത്യമാക്കുമെന്നൊരു ചിന്ത റമദാനിൻ്റെ അവസാന സമയങ്ങളിൽ അങ്ങനൊരു വാക്ക് കൊടുത്തിട്ട് വേണം റമദാനിനോട് നമ്മൾ യാത്ര പറയാൻ. റമദാനേ പോകാവുള്ളൂ. അത് നൽകിയ ആത്മീയ ചൈതന്യം നമുക്കുണ്ടാകണം. റമദാൻ പോയി, പെരുന്നാൾ കഴിഞ്ഞു. അന്നത്തെ ളുഹറിന് പല പള്ളികളും ശൂന്യമാകുന്ന അവസ്ഥയാണ്. ഒരുപക്ഷെ പലരും പള്ളികൾ മരിച്ച വീടുകൾ പോലെയായി എന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല. മരിച്ച വീടുകളല്ല പള്ളികൾ. ലാ തജ്അലുൽ മസാജിദ, നിങ്ങളുടെ പള്ളികളെ നിങ്ങളാക്കരുത്, മക്ബറകളാക്കരുത് എന്ന് പറയുന്നത് പോലെ പള്ളികൾ ഒരിക്കലും മക്ബറകളാകേണ്ടതല്ല. പള്ളികൾ ഒരിക്കലും ശൂന്യമാകേണ്ടതല്ല. പള്ളികൾ എപ്പോഴും സജീവമാകണം. അതിന് നമസ്കാരത്തിൻ്റെയും ഇബാദത്തിൻ്റെയും ആളുകളുണ്ടാകണം. ഒന്നാമതായി നമ്മുടെ നമസ്കാരങ്ങളെ ശ്രദ്ധിക്കുക. 2, തീബുൽ കലാം, നല്ല സംസാരങ്ങൾ മാത്രം ഇനി പറയുക. ഇനി ഒരിക്കലും മോശമായ ഒന്നും എൻ്റെ കയ്യിൽ നിന്നുണ്ടാകില്ലെന്ന് ഉറപ്പിക്കുക. 3, റമദാൻ വന്നപ്പോൾ പല ദുശീലങ്ങളും നമ്മൾ ഒഴിവാക്കി. പുകവലിക്കുന്നവർ, അവരുടെ ദുശീലങ്ങൾ ഒഴിവാക്കാൻ അവർക്ക് സാധിച്ചു. സാധിക്കാത്തവരുമുണ്ട്. ആ സാധിച്ചവർക്ക് ഇനി തുടരരുത്. 4മതൊരു കാര്യമുള്ളത്, ധാരാളം ആളുകൾ താടി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ സുന്നത്തായ മുഖം അത് വടിക്കരുത്. താടി വടിക്കൽ 3 മദ്ഹബ് അനുസരിച്ചും ഹറാമാണ്, നിഷിദ്ധമാണ്. ഒരു മദ്ഹബ് അനുസരിച്ച് ഹറാമിനോട് അടുത്ത കറാഹത്തുമാണ്. പലരുടെയും വിചാരം താടി സുന്നത്താണെന്നാണ്. താടി വയ്ക്കൽ സുന്നത്തും വടിക്കൽ ഹറാമുമാണ്. ആ താടി എന്ന് പറയുന്നത് 1 മുഴം ഉണ്ടായിരിക്കണം. 1 മുഴം, അതാണ് സുന്നത്തായ താടി. അത്രയെങ്കിലും കഴിഞ്ഞില്ലെങ്കിലും ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം ശ്രമിക്കണം. അതുപോലെ വിത്ർ നമസ്കാരം, ഷാഫിഈകൾക്ക് സുന്നത്തായതുകൊണ്ട് പലരും വിത്ർ നമസ്കരിക്കാറില്ല. 1 മാസം നമ്മൾ കൃത്യമായി നിസ്കരിച്ചു, സകല സുന്നത്തോടും കൂടി വിത്ർ നമസ്കരിച്ചു. ഇനി നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പറ്റിക്കും? വിത്ർ നമസ്കാരം പ്രത്യേകമായി ശ്രദ്ധിക്കണം. നോമ്പ് പിടിച്ചവരാണ്. ശവ്വാലിൽ കടന്നു വരുന്ന 6 നോമ്പുകൾ, അത് 1 വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. 1 വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലം. റമദാനിൻ്റെയും തുടർച്ചയായി വരുന്ന 6 നോമ്പും പിടിച്ചാൽ 1 വർഷം നോമ്പ് പിടിച്ച പ്രതിഫലം. ശവ്വാൽ 1 പെരുന്നാൾ, ശവ്വാൽ 2 മുതൽ അവസാനിക്കുന്നവരെയുള്ള ഏതെങ്കിലും തുടർച്ചയായി പിടിക്കൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ 6 നോമ്പുകൾ പിടിക്കാൻ തയ്യാറാകണം. ഇത്തരം നന്മകൾ സജീവമായി നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ റമദാൻ നമുക്ക് കബൂലായി എന്ന് ഉറപ്പിക്കാം. അല്ലെങ്കിൽ റമദാൻ വന്നു പോയി, നമ്മളും റമദാനുമായിട്ടൊരു ബന്ധവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് റമദാനിൽ നേടിയ ആ ചൈതന്യം ജീവിതത്തിലുടനീളം നിലനിർത്താൻ നാം ഓരോരുത്തരും തയ്യാറാകണം. പടച്ചവൻ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.